ഹായ് ഡിയേഴ്സ്, SSG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെറ്റ് ഹിസ്റ്ററിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരുപാട് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ഹിസ്റ്ററി സെറ്റിന് വേണ്ടിയിട്ട് പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. അതിൽ ജനറലിൻ്റെയും സെറ്റ് ഹിസ്റ്ററിയുടെയും നോട്ട്സ് അല്ല PDF ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സെറ്റ് ഹിസ്റ്ററി ബാച്ചിന് ജോയിൻ ചെയ്യാൻ നിങ്ങളിൽ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. സെറ്റ് PDF ബാച്ചാണ്. ചെറിയൊരു എമൗണ്ടിനാണ് വാട്സപ്പിലൂടെ PDF അയച്ചു കൊടുക്കുന്ന ഒരു ഇതിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നാളെ നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. കൂടാതെ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടും PDF കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പാർട്ട് 5, പാർട്ട് 6 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇവിടെ ദ ആൻഷ്യൻ്റ് civilization which produced the famous epic Gilgamesh. The ancient civilization which produced the famous epic Gilgamesh. ഈജിപ്ത്, ചൈനീസ്, ഇൻഡസ് വാലി ആൻഡ് ബാബിലോണിയൻ. ഏത് ആൻഷ്യൻ്റ് സിവിലൈസേഷനാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എപ്പിക് ഓഫ് ഗിൽഗമേഷ്, ആ ഒരു എപ്പിക്ക് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് സിവിലൈസേഷനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? ഈജിപ്ത്, ചൈനീസ്, ഇൻഡസ് വാലി ആൻഡ് ബാബിലോണിയൻ. കറക്റ്റ് ഓപ്ഷൻ ഡി ബാബിലോണിയൻ ആണ്. ഓക്കെ, മെസ്സപ്പൊട്ടോമിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. മെസ്സപ്പൊട്ടോമിയയിലെ ബാബിലോണിയനിലാണ് എന്ത് എഴുതിയിട്ടുള്ളത്? ദ എപ്പിക് ഓഫ് ഗിൽഗമേഷ് വരുന്നത്. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ എപ്പിക് ഓഫ് ഗിൽഗമേഷ് എഴുതപ്പെട്ടിട്ടുള്ളത് ബാബിലോണിയൻ സിവിലൈസേഷനിലാണ് എന്ന് ശ്രദ്ധിക്കുക. അതായത് മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് ബാബിലോണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ ഇൻഡിജീനിയസ് പോസ്റ്റൽ സിസ്റ്റം ഓഫ് ട്രാവൻകൂർ വാസ് നോൺ ആസ്. ട്രാവൻകൂറിലെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള പോസ്റ്റൽ സിസ്റ്റം ഏതാണ്? തപാൽ, അഞ്ചൽ, പോസ്റ്റേജ്, സത്താർ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? അഞ്ചലാണ്. കറക്റ്റ് ഓപ്ഷൻ അഞ്ചൽ. അഞ്ചൽ ഈസ് ദ ഇൻഡിജീനിയസ് പോസ്റ്റൽ സിസ്റ്റം ഓഫ് ട്രാവൻകൂർ. The 13th century geographer who referred Kollam as a large city in India. ഇന്ത്യയിലെ ഒരു ലാർജ് സിറ്റിയാണ് കൊല്ലം എന്ന് പറഞ്ഞിട്ടുള്ള 13th century ജിയോഗ്രാഫർ ആരാണ്? 13ാം നൂറ്റാണ്ടിലെ ഭൂമിശാസ്ത്രജ്ഞനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? കേരളത്തിലെ കൊല്ലത്തെ എ ലാർജ് സിറ്റി ഇൻ ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതാരാണ്? റാഷിദുദ്ദീൻ, നിഖ്ദീൻ, മാർക്കോപോളോ, അൽ ഖസ്വീനി. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി അൽ ഖസ്വീനി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. അൽ ഖസ്വീനിയാണ് കൊല്ലത്തെ എ ലാർജ് സിറ്റി ഇൻ ഇന്ത്യ എന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടുള്ള 13th century ജിയോഗ്രാഫർ. ഓതർ ഓഫ് ദ ലാൻഡ് ഓഫ് ചാരിറ്റി. ദ ലാൻഡ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ്? സാമുവൽ മാറ്റിയർ, ഫ്രാൻസിസ് ഡേ, റാൽഫിസ്, ജെയിംസ് മിൽ. കറക്റ്റ് ഓപ്ഷൻ എ ആണ് സാമുവൽ മാറ്റിയർ ആണ് ദ ലാൻഡ് ഓഫ് ചാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കൃതി എഴുതിയത്. നസ്രാണി ദീപിക സ്റ്റാർട്ടഡ് ഇറ്റ്സ് പബ്ലിക്കേഷൻ ഇൻ. നസ്രാണി ദീപിക എന്നാണ് പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്? 1885, 1887, 1903, 1928. എന്നാണ്? 1987 നസ്രാണി ദീപിക പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ദ സോഷ്യൽ റിഫോമർ റിലേറ്റഡ് വിത്ത് പിഡിയരി സിസ്റ്റവുമായി ബന്ധപ്പെട്ട സോഷ്യൽ റിഫോർമർ ആരാണ്? അയ്യങ്കാളി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, EV രാമസ്വാമി, കുമാരനാശാൻ. ആരാണ് പിഡിയരി സമ്പ്രദായം കൊണ്ടുവന്നത്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. പിഡിയരി സമ്പ്രദായം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറയച്ചൻ എന്നും പറയാറുണ്ട്. നെക്സ്റ്റ്, ഹോർത്തൂസ് മലബാറിക്കസ് വാസ് പബ്ലിഷ്ഡ് ഇൻ. എന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ് പബ്ലിഷ് ചെയ്തത്? എന്നാണെന്നല്ല, ഏത് ഭാഷയിലാണ്? ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ലാറ്റിൻ, പോർച്ചുഗീസ്.
ഏത് ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ്? ഓപ്ഷൻ സി, ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ദ പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ വാസ് പാസ്ഡ് ഇൻ ട്രാവൻകൂർ ഇൻ. ഏത് വർഷത്തിലാണ് പണ്ടാരപ്പാട്ട വിളംബരം ട്രാവൻകൂറിൽ പാസ്സാക്കിയത്? പണ്ടാരപ്പാട്ട വിളംബരം ട്രാവൻകൂറിൽ പാസ്സാക്കിയ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. 1865, 1857, 1869, 1807. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ എ, 1865 പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, ജാതിനാശിനി സഭ വാസ് ഫൗണ്ടഡ് ബൈ. വൈകുണ്ഠ സ്വാമികൾ, പണ്ഡിറ്റ് കറുപ്പൻ, സ്വാമി വിവേകാനന്ദ, സ്വാമി അനന്തതീർത്ഥൻ. ജാതിനാശിനി സഭ എന്ന് പറയുന്ന സംഘടന ഫൗണ്ട് ചെയ്തത് ആരാണ്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ജാതിനാശിനി സഭ ഫൗണ്ട് ചെയ്തത് ആരാണ്? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി, സ്വാമി അനന്തതീർത്ഥനാണ്. സ്വാമി അനന്തതീർത്ഥനാണ് ജാതിനാശിനി സഭ ഫൗണ്ട് ചെയ്തത്. സമത്വ സമാജമാണ് വൈകുണ്ഠ സ്വാമികൾ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. സമത്വ സമാജമാണ്. ഓതർ ഓഫ് പൃഥ്വിരാജ് വിജയ. പൃഥ്വിരാജ് വിജയ എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ്? പൃഥ്വിരാജ് രാസോ എന്ന് പറയുന്ന മറ്റൊരു കൃതി കൂടെ ഉണ്ട്. അത് എഴുതിയത് ആരാണ്? അത് ചന്ദ് ബർദായാണ്. ചന്ദ് ബർദായ് എഴുതിയ കൃതിയാണ് പൃഥ്വിരാജ് രാസോ. അതേസമയം പൃഥ്വിരാജ് വിജയ എഴുതിയത് ആരാണ്? ചന്ദ് ബർദായ്, മഹിപാല, സോമേശ്വര, ജയനാഗ. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി, ജയനാഗ. ജയനാഗ എഴുതിയിട്ടുള്ള കൃതിയാണ് പൃഥ്വിരാജ് വിജയ. ഓക്കെ, നെക്സ്റ്റ്, പ്രൊസോപ്പോഗ്രഫി. പ്രൊസോപ്പോഗ്രഫി ഈസ് ആൾസോ നോൺ ആസ് external criticism, constructive reasoning, collective biography, dual analysis. എന്താണ് പ്രൊസോപ്പോഗ്രഫി എന്ന് പറയുന്നത്? ഇങ്ങനെ ഒരുപാട് ഗ്രഫീസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്, കളക്റ്റീവ് ബയോഗ്രഫിയാണ്. കളക്റ്റീവ് ബയോഗ്രഫിയാണ് പ്രൊസോപ്പോഗ്രഫി എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. റോയൽ ടച്ച്, ലൂസിയൻ ഫെബുവർ, മാർട്ടിൻ ലൂതർ, മാർക്ക് ബ്ലോക്ക്, ട്രൂത്ത് ആൻഡ് മെത്തേഡ്, ഹാൻസ് ജോർജ് ഗഡാമർ, ദ ഓർഡർ ഓഫ് തിങ്സ്, അന്റോണിയോ ഗ്രാംഷി. കറക്റ്റ്ലി മാച്ച് ആയിട്ടുള്ള പെയർ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? റോയൽ ടച്ച് എഴുതിയത് ലൂസിയൻ ഫെബുവർ ആണോ? അല്ല. മാർട്ടിൻ ലൂതർ എഴുതിയ കൃതിയാണോ? മാർക്ക് ബ്ലോക്ക് എഴുതിയ കൃതിയാണോ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത്? അല്ല. ട്രൂത്ത് ആൻഡ് മെത്തേഡ് എഴുതിയത് ഹാൻസ് ജോർജ് ഗഡാമർ ആണ്. അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. ട്രൂത്ത് ആൻഡ് മെത്തേഡ്, ഹാൻസ് ജോർജ് ഗഡാമർ എന്നുള്ളത് കറക്റ്റാണ്. ദ ഓർഡർ ഓഫ് തിങ്സ് എഴുതിയത് അന്റോണിയോ ഗ്രാംഷി ആണോ? അല്ല. മിഷേൽ ഫൂക്കോൾട്ടിൻ്റെ വർക്കാണ് ഇത്. ദ ഓർഡർ ഓഫ് തിങ്സ് എഴുതിയേക്കണേ. ദ ഓർഡർ ഓഫ് തിങ്സ് ആൻഡ് ആർക്കിയോളജി ഓഫ് ഹ്യൂമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കൃതി എഴുതിയത് ആരാണ്? മിഷേൽ ഫൂക്കോൾട്ടാണ്. മിഷേൽ ഫൂക്കോയാണ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. റോയൽ ടച്ച് ആരുടെ കൃതിയാണ്? റോയൽ ടച്ച് മാർക്ക് ബ്ലോക്കിൻ്റെ കൃതിയാണ്. മാർട്ടിൻ ലൂതറിൻ്റെ കൃതി ഏതാണ്? മാർട്ടിൻ ലൂതർ എന്ന കൃതി എഴുതിയത് ആരാണ്? മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞിട്ട് 16th സെഞ്ച്വറിയുമായി ബന്ധപ്പെട്ടൊരു കൃതി എഴുതിയത് ലൂസിയൻ ഫെബർ ആണ്. ഓക്കെ, അപ്പോൾ റോയൽ ടച്ച് മാർക്ക് ബ്ലോക്കാണ്. ലൂസിയൻ ഫെബറിൻ്റെ കൃതിയാണ് മാർട്ടിൻ ലൂതർ. ട്രൂത്ത് ആൻഡ് മെത്തേഡ് ഹാൻസ് ജോർജ് ഗഡാമർ ആണ്. ദ ഓർഡർ ഓഫ് തിങ്സ് എഴുതിയത് മിഷേൽ ഫൂക്കോ ആണ്. ഓക്കെ, അന്റോണിയോ ഗ്രാംഷിയെ നമ്മൾ സ്ഥിരം പരിചയമുള്ള ഒരാളാണ്. ആരാണ് അന്റോണിയോ ഗ്രാംഷി? ആരാണ് അന്റോണിയോ ഗ്രാംഷി എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. സബാൾട്ടൺ ഹിസ്റ്റോറിയൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്താണ് ആ ഒരു ഹിസ്റ്റോറിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളെപ്പോഴും പഠിക്കുന്ന ഒരു പേരാണ് അന്റോണിയോ ഗ്രാംഷി. ആ ഒരു ടേം സബാൾട്ടൺ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളതും അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഹെജിമണി എന്നുള്ള ടേം നമ്മൾ പറയുന്നത് അന്റോണിയോ ഗ്രാംഷിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. Which among the following ancient philosophers taught a materialistic doctrine? അജിത കേശകാമ്പലിൻ, ഗൗതമ ബുദ്ധ, പുരാണ കശ്യപ, മക്കാലി കോശവ. Which among the following ancient philosophers taught a materialistic doctrine? ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഡോക്ട്രിൻ പഠിപ്പിച്ചത് ആരാണ്?
കറക്റ്റ് ഓപ്ഷൻ അജിത കേശകാമ്പലിൻ എന്നുള്ളതാണ്. ഗൗതമ ബുദ്ധ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല പഠിപ്പിച്ചിട്ടുള്ളത്. പുരാണ കശ്യപയും മക്കാലി കൗശലയും അല്ല. മക്കാലി കൗശല എന്താണ് റിലീജിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് മക്കാലി കൗശല. അപ്പോൾ ഇവിടെ അജിത കേശകാമ്പലിനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഗൗതമ ബുദ്ധ ബുദ്ധിസമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആളാണ്. പുരാണ കശ്യപയും മക്കാലി കൗശയും അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ഐഡിയാസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നവരാണ്. കറക്റ്റ് ഓപ്ഷൻ അജിത കേശകാമ്പലിനാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ക്ലാസ്സിന് PDF ബാച്ചിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്